ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ പേര് ലെൻസ് പ്രോട്ടോകോൾ എന്നാണ്. 46 മില്യൺ ഫണ്ട് റേസിലുള്ള പ്രൊജക്റ്റാണ്. ഒരു സോഷ്യൽ ഫൈ പ്രൊജക്റ്റ് എന്ന് പറയാം. കാരണം ഒരുപാട് സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ, നമ്മുടെ എക്സ് പോലത്തെ പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ പോസ്റ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകൾ, വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകൾ, ഇതിനൊക്കെ ഒരു കേന്ദ്രീകരിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെൻസ് പ്രോട്ടോകോൾ എന്ന് വിളിക്കാം. അപ്പോൾ ഇത്ര നാൾ ഈ ലെൻസ് പ്രോട്ടോകോൾ ഒരു പുതിയ പ്രൊജക്റ്റ് ആണെന്ന് വെച്ചാൽ പുതിയ പ്രൊജക്റ്റ് ഒന്നല്ല. കാരണം ഇവർക്ക് ഓൾറെഡി ഒരു സോഷ്യൽ മീഡിയ പോലത്തെ അല്ലെങ്കിൽ എക്സ് പോലത്തെ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് എന്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനതൊക്കെ കാണിച്ചു തരാം. അതിപ്പോഴും ആക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് നെറ്റിൽ കുറച്ച് ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട് ഇവരുടെ. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി ഡാപ്സ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ഫണ്ട് കിട്ടിയോണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ശേഷമാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. അത്യാവശ്യം നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇരുന്നെങ്കിൽ, അതുപോലെ പോസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഇടുന്ന എവിടെയായിരിക്കും, നമ്മുടെ ടെലഗ്രാം ചാനലാണ്. ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അതിൻ്റെ പിന്നീട് മെസ്സേജിൽ വന്ന് നമ്മൾ ഇതുമായിട്ടുള്ള എല്ലാ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതിൻ്റെ ഓരോ മെസ്സേജ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മെസ്സേജിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമുക്ക് അടുത്ത രണ്ട് പിന്നീട് മെസ്സേജ് ഉണ്ടാവും. രണ്ടാമത്തെ പിന്നീട് മെസ്സേജ് നമുക്ക് ഇതുവരെയായിട്ടുള്ള ടെലഗ്രാം ബോട്ട്സിൻ്റെ മെസ്സേജുകളാണ്. അതിൽ നമുക്ക് പുതുതായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലെ ഫണ്ടിങ് ഉള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരാം. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. പല പല ടോപ്പിക്സ് ഉണ്ടായിട്ടുണ്ട്. ഓരോ പ്രോജക്റ്റിന് മൊണാഡിന് വേണ്ടി സെപ്പറേറ്റ് ടോപ്പിക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജനറൽ ഡൗട്ടൊക്കെ ചോദിക്കാനായിട്ട് പല പല ടോപ്പിക്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റുകളിലെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യാം. ഈ പ്രൊജക്റ്റ് ഫ്രീ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ അല്ല. നമുക്കൊരു $3 അടുത്ത് ചിലവുണ്ട്. എന്തിനാണ് $3 എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള യൂസർ നെയിം പ്രിൻറ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് എന്ത് ചെയ്യുക, പ്രിൻ്റ് അല്ല കേട്ടോ, മിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ $3 ഉപയോഗിക്കുന്നത്. $3 അടുത്ത് മാത്രമുള്ള ചിലവ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച്, മാർക്കറ്റ് വില പൈസന് കൂടുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, നിങ്ങൾ മേടിക്കാൻ നോക്കുക. അപ്പോൾ യൂണീക്ക് യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് യൂസർ നെയിം ഇടില്ല, അതുപോലെയുള്ള യൂണീക്ക് യൂസർ നെയിം നിങ്ങൾക്ക് മിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു പൈസ ചിലവാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മെറ്റാമാസ്കിൽ എൻഷുർ ചെയ്യണം പോളിഗൺ നെറ്റ്വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോളിഗൺ നെറ്റ്വർക്കാണ് വേണ്ടത്. അപ്പോൾ പോളിഗൺ നെറ്റ്വർക്ക് ഇതുപോലെ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ താഴേക്ക് വരിക. ഇവിടെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ അഡീഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യാം, പോളിഗൺ ചെയ്യുന്നു എന്നോട് കാണാൻ പറ്റും. അതെന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, എൻ്റെ അപ്രൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങളേക്ക് എന്ത് ചെയ്യും, ഇതുപോലെ പോളിഗൺ നെറ്റ്വർക്ക് ആഡ് ആയിട്ടുണ്ടാവും. ഇതാണ് നിങ്ങളുടെ പോളിഗൺ നെറ്റ്വർക്ക്. ഇനി ഈ പോളിഗൺ നെറ്റ്വർക്ക് പോൾ എന്ന് പറഞ്ഞ ടോക്കൺ, ഇവരുടെ നേറ്റീവ് ടോക്കണാണ് അയക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൽ മതി, ബൈനാൻസിലേക്ക് വന്നതിന് ശേഷം മൊബൈൽ എടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ പോളിഗൺ ടോക്കൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോളിഗൺ ടോക്കൺ സെലക്ട് ചെയ്യുക. ഒരു $2 $3 മേടിക്കുക. 12 പോളിഗൺ ടോക്കണാണ് ബൈനാൻസിൻ്റെ ഉള്ള മിനിമം എമൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എക്സ്ചേഞ്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനേയും കുറവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം നമുക്ക് 8 പോളിഗണാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സി വാലറ്റോ അങ്ങനെ വേറെ എന്തെങ്കിലും എക്സ്ചേഞ്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ റിലേ ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ഈ അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ഈ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം ആ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് ഏത് കൊടുക്കണം, പോളിഗൺ POS എന്ന് പറഞ്ഞ നെറ്റ്വർക്കാണ് കൊടുക്കാനായിട്ട്. ഗ്യാസ് ഫീസ് ആകെ 0.1 പോൾ മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ ഗ്യാസ് ഫീസാണ്. അപ്പോൾ ആ സെലക്റ്റിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അയക്കാൻ പോകുന്ന എമൗണ്ട് എന്ത് ചെയ്യുക, അതിവിടെ അടിച്ചു കൊടുത്ത ശേഷം നിങ്ങൾ വിഡ്രോ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ എമൗണ്ട് നിങ്ങളുടെ മെറ്റാമാസ്കിലോട്ട് എക്സ്ചേഞ്ചിൽ നിന്ന്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് അയക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യും, ഇവിടെ എത്തിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് വിസിബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് നേരെ ഈ പ്രൊഫൈൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേര് അടിച്ചു കൊടുക്കുക. ഞാൻ ക്രിപ്റ്റോ മങ്കി അടിച്ചു കൊടുക്കുക, അത് ആക്റ്റീവ് അല്ല. അപ്പോൾ ഞാൻ എന്താണ്, ഞാനൊരു മങ്ക് ബ്രോ എന്ന് പറഞ്ഞൊരു ID അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ആക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഞാനത് ക്ലെയിം കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ കാണും, പേ വിത്ത് കാർഡും പേ വിത്ത് ക്രിപ്റ്റോയും. ഇപ്പോൾ ഞാൻ പേ വിത്ത് ക്രിപ്റ്റോ നിൽക്കുക. അതിനുശേഷം എഗ്രി കൊടുക്കുക. അപ്പോൾ ഇതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ വാലറ്റ് എന്തായാലും മസ്റ്റായിട്ട് കണക്ട് ചെയ്യുക. ക്ലെയിം ഫോർ 8 പോളിഗൺ കൊടുക്കുക. നെറ്റ്വർക്ക് ഫീ ആയിട്ട് 0.05 ആണ് വരുന്നത്. അത് ഞാൻ കൺഫേം കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ID, അതായത് യുണീക്ക് ആയിട്ടുള്ളൊരു ID മിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ ഒരു പ്രൊഫൈലിൽ ഒരു പേരൊക്കെ സെറ്റ് ചെയ്യുക. ഈ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഫോട്ടോ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഫോട്ടോയും അതുപോലെ തന്നെ ചെറിയൊരു ബയോ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സേവ് പ്രൊഫൈൽ നിൽക്കുക. അതിനുശേഷം ഇവിടെ സേവ് പ്രൊഫൈൽ കൊടുത്ത് എന്ത് ചെയ്യും, ഇതുപോലെ സിഗ്നേച്ചർ റിക്വസ്റ്റ് വരും. അത് കൺഫേം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്താവും, ഓൺ ചെയിനിൽ രജിസ്റ്റർ ആവുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സൈറ്റിലേക്ക് പോവാം. ഇതാണ് ഇവരുടെ മെയിൻ സൈറ്റ് ആയിട്ടുണ്ടാകുന്നത്, HeyXYZ എന്ന സൈറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ് പ്ലാറ്റ്ഫോം പോലെ തന്നെയാണ്. ഒരു Web3 ഒരു എക്സ് പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ലെൻസ് പ്രോട്ടോക്കോളിൽ നമ്മളൊരു പേര് മിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മിൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ഒരു അക്കൗണ്ട് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓർഡറിൽ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിപ്റ്റോ മങ്കി എന്ന അക്കൗണ്ട് ആണെങ്കിൽ മങ്ക് ബ്രോ എന്ന അക്കൗണ്ട് ഇവിടെ കാണാൻ പറ്റും. അത് ലോഗിൻ കൊടുക്കുക. അതിനുശേഷം ആ സിഗ്നേച്ചർ കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്കിവിടെ എന്ത് ചെയ്യാം, നമുക്കിവിടെ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ റീട്വീറ്റ് ചെയ്യാം. നമുക്ക് അതുപോലെ കോട്ടയിൽ, അതുപോലെ മിറർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫൈൽ അത് മിററായിട്ട് കിടക്കും. റീട്വീറ്റ് തുറക്കുമ്പോൾ അതുപോലെ കമൻറ്റ് ചെയ്യാനും പറ്റും.
അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ എക്സ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത് എന്ത് ചെയ്യുക, അതിവിടെ കണക്ട് ചെയ്തിടുക. ബാക്കി ഇവിടെ ഫില്ല് ചെയ്യാനുള്ള പ്രൊഫൈലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഫില്ല് ചെയ്തിടാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ ഹോമിൽ ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ വാട്ട്സ് ന്യൂ എന്ന് കാണാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുക. 1 2 3 ഒരു 3 പോസ്റ്റ് മാക്സിമം മതി. 3 പോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് നെറ്റിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. നമുക്ക് ടെസ്റ്റ് നെറ്റിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ടെസ്റ്റ് നെറ്റിൻ്റെ പുതിയ ടെസ്റ്റ് നെറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ ടെസ്റ്റ് നെറ്റിൻ്റെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ NFT മീറ്റിംഗ് വന്നാൽ അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചൊരു റിവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡെയിലി ഇൻട്രാക്ഷൻ. അതുപോലെ തന്നെ കുറേ പോസ്റ്റിലൊക്കെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ഡെയിലി ഇൻട്രാക്ഷൻ വന്നത്. അപ്പോൾ ഇതിലെല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ആക്റ്റീവ് ആവാൻ നോക്കുക. നല്ല രീതിയിലുള്ള പോസ്റ്റുകൾ എന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യാനും അതുപോലെ നിങ്ങളുടേതായ കുറേ പോസ്റ്റുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനും നോക്കുക. അടുത്ത ടേപ്പ് സൈറ്റാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ലോഗിൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ചിലപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൗസർ വാലറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെറ്റാമാസ്ക് യൂസ് ചെയ്യുക. സിഗ്നേച്ചർ കൺഫേം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ടേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ ഏകദേശം അതുപോലത്തെ ഒരു ആപ്പ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ്, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഉള്ള വീഡിയോ കിട്ടണമെങ്കിൽ അങ്ങനത്തെ നല്ല നല്ല വീഡിയോസൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഇടാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഓൺ ചെയിൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഇടാൻ പോകുന്ന വീഡിയോ നിങ്ങളിവിടെ കൊടുക്കുക. അതിനുശേഷം ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പോസ്റ്റിനെ കൊടുത്ത് എന്ത് ചെയ്യും, അത് ഇതുപോലെ പോസ്റ്റ് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്കോ അതുപോലെ തന്നെ കമൻറ്റ് ഒക്കെ ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, ടൈപ്പിന് ഇതുപോലെ എന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്ത സൈഡിൽ നിന്ന് ലെൻസ് ഫ്രണ്ട്സ് ആണ്. ഇത് വേറെ ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഇതുപോലെ ലെൻസിൽ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഫോളോ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈൽ ഇവിടെ തരാം. ഞാനിവിടെ ഹെയിൽ തന്ന പോലെ എൻ്റെ പ്രൊഫൈൽ ഞാനിവിടെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഒപ്പം ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാവരും പ്രൊഫൈൽ എന്ത് ചെയ്യുക, നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പിലൊക്കെ ഇട്ട് എല്ലാവരും അങ്ങോട്ട് കൊണ്ട് ഫോളോ ചെയ്യുക. എല്ലാവരും മാക്സിമം ഫോളോവേഴ്സൊക്കെ നോക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലെ കാണുന്ന പ്രൊഫൈലിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലിസ്റ്റിൽ ഫ്രണ്ട് ലിസ്റ്റിൽ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ആക്കാൻ നോക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു 10 ഫോളോയോ അല്ലെങ്കിൽ 20 ഫോളോയൊക്കെ എന്ത് ചെയ്യുക, ആൾക്കാരെ ഫോളോ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ ലിസ്റ്റിൽ എടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഫോളോ ചെയ്താൽ മതി. എല്ലാവരും പിടിച്ച് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കണക്ട് കൊടുക്കുക. നിങ്ങളുടെ ID അവിടെ കാണാൻ പറ്റും. ID കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി ഇതിൽ കയറി. അടുത്ത വന്നത് 0xPPL എന്ന സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലോഞ്ച് ആപ്പ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യാൻ പറയും. സൈനപ്പ് കൊടുക്കുമ്പോൾ വാലറ്റ് കണക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഇത്ര ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കും. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ കണക്ട് വാലറ്റ് കൊടുക്കുക, മെറ്റാമാസ്ക് കൊടുക്കുക, കണക്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കണക്ട് ലെൻസ് കൊടുക്കുക, മെറ്റാമാസ്ക് കൊടുക്കുക. നിങ്ങളുടെ ID ഓൾറെഡി പ്രിൻ്റ് വെച്ച് നിങ്ങളുടെ മെറ്റാമാസ്കിലെ പോളിഗൺ ചെയിനിലാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അത് ഡിറ്റക്റ്റ് എന്ത് ചെയ്യുന്നവിടെ ലിങ്ക് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ID ഓൾറെഡി കൊടുത്തു വെച്ചിരുന്നത് മെറ്റാമാസ്കിലെ പോളിഗൺ ചെയിനിലാണല്ലോ. അത് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ലിങ്ക് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സൈൻ കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ലെൻസ് പ്രൊഫൈൽ മങ്ക് പ്രോ ലെൻസ് പ്രൊഫൈൽ എന്ത് ചെയ്യും, ഇവിടെ കണക്ട് ആവുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്വിറ്റർ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഓതറൈസ് ആപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ട്വിറ്ററും കണക്ട് ആയിട്ടുണ്ട്. ഫാർകാസ്റ്റർ നമ്മൾ ചെയ്യാൻ നിൽക്കേണ്ട, അതിന് നമ്മൾ ഇന്ന് സെപ്പറേറ്റ് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മളൊരു അവിടെയും ഒരു ID മിൻറ്റ് ചെയ്യണം. അത് വേറൊരു പ്രൊജക്റ്റാണ്. നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ജോബ് ടൈറ്റിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് കൊടുക്കാം. പ്രൊഫൈലിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഇൻട്രസ്റ്റിന് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ പ്രൊഫൈൽ ഉണ്ടായിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരൊരു ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കാനർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതൊരു ലിങ്ക് സ്കാൻ ചെയ്യുക. അതിനുശേഷം ആ ലിങ്കിൽ പോയിട്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് 0xPPL എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ആപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബ്രൗസർ വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് താഴെ ഒരു സ്കാൻ QR കോഡ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന സ്കാൻ QR കോഡ് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് അവിടെ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റ് ഒരു PPS വാലറ്റ് എന്ന് വെച്ച് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു വാലറ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൊബൈലിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാപ്പിലും ഇത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ എന്തെങ്കിലും പോസ്റ്റുകളൊക്കെ ഇടുക. നിങ്ങൾക്ക് മാർക്കിനെ കുറിച്ചുള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ എൻ്റെ ഒരു നെറ്റ്വർക്കിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കോയിൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഹോമിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലുള്ള ഓരോരുത്തരുടെ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ ചെറിയ ചെറിയ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ നോക്കുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പോയതിന് ശേഷം അത് ഇവിടെ വിസിബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. അതായത് നിങ്ങൾ ഇവിടെ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ടോ. കണ്ടില്ലേ, ഞാനിവിടെ ലെൻസ് പ്രോട്ടോകോൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഓൺ ചെയ്യുന്ന ആക്ടിവിറ്റി ഒക്കെ അറിയാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ പ്രൊഫൈലോട് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. അടുത്ത സൈറ്റിൽ നിന്ന് T2.world ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വാലറ്റ്
വാലറ്റ് കണക്ട് ചെയ്യുക എന്ന് ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല. വാലറ്റ് കണക്ട് ചെയ്ത് സൈൻ ചെയ്യുക, നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് ആ വെരിഫിക്കേഷൻ കോഡ് അടിച്ച് കൊടുക്കുക. ഇവിടെ വന്നതിന് ശേഷം എന്താ ഇവിടെ നമുക്ക് റീഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒരു TP പോയിന്റ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള അതിൻ്റെ ഒരു പോസ്റ്റ് എടുക്കുക. ആ പോസ്റ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വായിക്കാനുണ്ടോ, അപ്പോൾ വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ഒരു TP പോയിന്റ് ടൈം പോയിന്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വായിക്കുന്ന 58 TP പോയിന്റ് ടോട്ടൽ എന്തോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലെ എന്തെങ്കിലും വായിക്കാൻ കുറച്ച് സമയം ഈ പേജ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. അതിന് ശേഷം താഴേക്ക് അത് സ്ക്രോൾ ചെയ്യുക. വെറുതെ വായിക്കുന്ന പോലെ, അതായത് ഇത്ര ടൈം എടുക്കുമല്ലോ ഒരു സാധനം വായിക്കാനായിട്ട്. പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് നമ്മൾ ലൈക്ക് ചെയ്തിട്ട് ഒരു കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഓടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ പോയിന്റ് കിട്ടില്ല. കുറച്ച് നേരം എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് നേരം കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ TP പോയിന്റ് ഇവിടെ കയറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഇതിൽ കൂടെ എന്ത് ചെയ്യുക, TP പോയിന്റ് ഏൺ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇത് നിങ്ങളുടെ എന്ത് ചെയ്യുന്നത്, വാലറ്റ് രജിസ്റ്റർ ആണ്. ഈ പോയിന്റ്സ് ചിലപ്പോൾ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവായിരിക്കാം. അടുത്തായിട്ടുള്ള ലെൻസ് പേ എന്ന സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും എക്സ് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലും പോസ്റ്റൊക്കെ ചെയ്യുക, നിങ്ങളുടെ വാലറ്റ് ഇവിടെ സൈൻ ചെയ്യുക, കൺഫേം ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും താല്പര്യം എന്ത് ചെയ്യുക, അവർക്ക് പിടിച്ച് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും എന്ത് ചെയ്യുക, എന്തെങ്കിലും നിങ്ങളുടെ സാധാ പോസ്റ്റുകൾ, ഇവിടെ നമ്മൾ Web3 വാലറ്റ് പോസ്റ്റുകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റുകൾ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ ഇഷ്ടമുള്ള ഫോട്ടോസോ നിങ്ങളുടെ ആർട്ടുകളോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റുകളൊക്കെ എന്തെങ്കിലും ആയിട്ട് എന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ വെറുതെ ഒരു പോസ്റ്റ് ഇട്ടാലും, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പോലെ വെറുതെ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാലും എന്താണ് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഡൗൺലോഡ്സിൽ പോയിട്ട് ഞാനിപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇടാണ്, ഫോട്ടോ ഇട്ടു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫോട്ടോ ഇടുന്നപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ഒരു പോസ്റ്റോ 2 പോസ്റ്റ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, 2-4 പോസ്റ്റുകളൊക്കെ ലൈക്ക് ചെയ്ത് റീട്വീറ്റ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പോകാൻ നോക്കുക. അപ്പോൾ എൻ്റെ പ്രൊഫൈലും എന്ത് ചെയ്യാം, ഇതിനൊപ്പം തന്നെ നമ്മൾ ഈ വീഡിയോടൊപ്പം തന്നെ കൊടുക്കുന്നതായിരിക്കും. അടുത്ത സൈഡിൽ കൈറ നെറ്റ്വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾക്ക് എന്താണ് ഇവർ എക്കോസിസ്റ്റിൽ കുറേ പ്രോജക്റ്റുകൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോഷ്യൽ നെറ്റ്വർക്ക് ആയിട്ടുള്ള സൈറ്റുകൾ, അതുപോലത്തെ ബിൽഡ് ചെയ്ത നെറ്റ്വർക്ക്, Web3 നെറ്റ്വർക്ക് എന്താണ് ഇവരുടെ ഈ എക്കോസിസ്റ്റിനുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് എന്ത് ഓരോ ഡാപ്പ് കൊണ്ട് കാണുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ കൈറയിൽ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ താഴെ ലോഗിൻ ബട്ടൺ കാണും. ആ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ നിങ്ങൾ ഓൾറെഡി മിൻ ചെയ്തിട്ടുള്ള ലെൻസ് പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ഡെയിലി ഇതുപോലെ തന്നെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുക. നമ്മളിവിടെ കാണാൻ പറ്റും, തൊട്ട് മുന്നേ കണ്ട ഇതുപോലത്തെ പോസ്റ്റ് നമ്മൾ അപ്പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പോസ്റ്റ് തന്നെയാണ് എന്ത് ഇവിടെ പോയിട്ട് ചാമ്പ്യൻ വേൾഡ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ക്രിയേറ്റ് പോസ്റ്റ് ചെയ്യണതിനും കമൻറ്റ് പോസ്റ്റ് ചെയ്യണതിനും കോട്ട് ചെയ്യണതിനും ഓരോ പോയിന്റുകളുണ്ട്, സിസ്റ്റം ഉണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനൊക്കെ ഇവിടെ ഉണ്ടോ നോക്കുക, മൊണറ്റൈസ് ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തുറന്ന് നോക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇതുപോലെ ഇവരുടെ ടോക്കൺ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഏൺ ചെയ്താൽ മതി. കാരണം ഇവിടെ ലെൻസ് പ്രൊഫൈലായിട്ട് ഇവിടെ ലിങ്ക് ആയിട്ടുള്ള കാരണം ഇതിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ രേഖപ്പെടുത്താനുള്ള ചാൻസുകളുണ്ട്. അതായത് ഗിൽഡാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഗിൽഡിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ ടെലഗ്രാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഗിറ്റ് ഹബ്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കണക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ഗിൽഡ് കൊടുക്കുക. ഈ ലെൻസിൻ്റെ ജോയിൻ ഗിൽഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ 2 ഏതെങ്കിലും 2 മതി. വെരിഫൈഡ് ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ഗിൽഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെൻസ് പ്രോട്ടോകോൾ നമ്മൾ ഓൾറെഡി മിൻ ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ലെൻസ് ബിൽഡർ എന്ന് പറഞ്ഞ റോൾ കിട്ടും. ആകെ 14,000 പേര് മാത്രമാണ് ഇത് എടുത്തുള്ളൂ. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ലെൻസ് റെപ്യൂട്ടേഷൻ സ്കോർ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ ലെൻസ്, നിങ്ങളുടെ ആ പ്രൊഫൈൽ, നമ്മുടെ ഹെയർ ഒക്കെ കണ്ടില്ലേ, അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ റെപ്യൂട്ടേഷൻ സ്കോർ വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങണം, നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങി ഡെയിലി ഒക്കെ എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ സ്കോർ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അങ്ങനെ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെപ്യൂട്ടേഷൻ്റെ ഒരു സ്പീഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിൻ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അടുത്തായിട്ട് ഇവിടെ മെയിൻ ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മൾ ഈ സൈറ്റിലേക്ക് വരിക. ഇതിൻ്റെ എല്ലാ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യുക, ആഡ് നെറ്റ്വർക്ക് കാണാൻ പറ്റും. ഈ ആഡ് നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ മെറ്റാമാസ്കിലേക്ക് ഇവരുടെ ഈ ടെസ്റ്റ് നെറ്റ് RPC ടെസ്റ്റ് നെറ്റ് ഡോട്ട് ലെൻസ്, അതുപോലെ തന്നെ ഗ്രാസ് സിമ്പിൾ എന്നുള്ള എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്രൂവ് ചെയ്ത് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവരുടെ ഫൊസറ്റ് ഉണ്ട്. ആ ഫൊസറ്റിലേക്ക് പോയ ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവരുടെ ഫൊസറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാസ് എന്ന് പറഞ്ഞ ടോക്കൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവർ തരും. ആകെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആദ്യം തന്നെ മെറ്റാമാസ്കിൽ പോയിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്യുക. അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് അതൊരു പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഒരു മെയ്സ് കിട്ടും. ആ മെയ്സ് എന്ത് ചെയ്യണം, നിങ്ങളുടെ സോൾവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് വെറുതെ വലിച്ച് നിങ്ങൾക്ക് എവിടേക്കാണോ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് അത് കൊണ്ടുവരിക. നല്ല സ്ഥലം മെയ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ. അതിന് ശേഷം മേലേക്ക് ഇങ്ങനെ ഒന്നില്ല. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ 0.01 ഗ്രാസ് ടോക്കൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോട്ട് ആക്ടിവിറ്റി ഒഴിവാക്കാനാണ് എന്ത് നിങ്ങൾക്ക് ഈ മെയ്സ് ആക്ടിവിറ്റി തന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗ്രാസ് ടോക്കൺ നിങ്ങൾക്ക് കിട്ടി. ഭൂരിഭാഗം നമുക്ക് എന്ത് ചെയ്യുന്നത്, ഗ്യാസ് ടോക്കൺ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഗ്യാസ് ഫീസ് കൊടുക്കാനായിട്ട് നമുക്ക് ഗ്യാസ് വരിക. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യണം, ഈ മെയ്സ് കംപ്ലീറ്റിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 24 എല്ലാ 24 നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഗ്രാസ് ടോക്കൺ ക്ലെയിം ചെയ്യാൻ നോക്കുക.
അടുത്തായിട്ട് ഒരു ബ്രിഡ്ജ് സൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ സൈറ്റിലേക്ക് വന്ന ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യുക. വാലറ്റ് കണക്ട് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പിക്കുക ലെൻസ് നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കിടക്കുന്നത് ഉറപ്പിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഗ്രാസ് ടോക്കൺ ആക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് മാറ്റിയ ശേഷം നിങ്ങൾക്ക് എത്തീറിയം ആക്കാം. ആ എത്തീറിയം എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള എത്തീറിയം ഒരു 0.001 ഒരു എത്തീറിയം തരിക. നിങ്ങളോട് ഗ്യാസ് ഫീ കാണാൻ പറ്റും, അത്ര തന്നെ എത്തീറിയം ഉണ്ട്. അത് കണ്ടിന്യൂ കൊടുക്കുക, ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊസീഡ് ബ്രിഡ്ജ് കൊടുക്കുക. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ സക്സസ് ആവില്ല. എനിക്ക് 2 പ്രാവശ്യം ചെയ്തപ്പോൾ സക്സസ് ആയിരുന്നില്ല. നിങ്ങൾ 2-4 പ്രാവശ്യം ചെയ്ത് നോക്കുക. സക്സസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും 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 എപ്പോഴെങ്കിലും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അങ്ങനെ ഒരു ദിവസം ഒരുപാട് ബ്രിഡ്ജ് ചെയ്യേണ്ട, ഒരു 5 അല്ലെങ്കിൽ 10 ബ്രിഡ്ജ് ചെയ്യുക. കണ്ടില്ലേ, എനിക്ക് ഒരു ചെറിയ എറർ വരുന്നുണ്ട്. ഞാൻ എറർ എന്താ ഡീപ്പായിട്ട് നോക്കാൻ പോകുന്നില്ല. ഞാൻ ബ്രിഡ്ജിനത് വീണ്ടും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ എറർ തന്നെ വരുന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കിന് ശേഷം ഈ മാറ്റിയ ശേഷം ഞാൻ ഗ്രാസ് ടോക്കൺ ഇട്ട് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഗ്രാസ് ടോക്കൺ ഇല്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലെൻസ് നെറ്റ്വർക്ക് സപ്പോർട്ടുകളിൽ നിന്ന് ഗ്രാസ് ടോക്കൺ ഉണ്ട്. അപ്പോൾ ഞാൻ അതെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഞാനൊരു 0.001 എന്ന് പറഞ്ഞൊരു ഗ്രാസ് ടോക്കൺ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നെറ്റ്വർക്കിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേഞ്ച് നെറ്റ്വർക്ക് മാറി കണ്ടിന്യൂ കൊടുക്കുന്നു. ഐ അണ്ടർസ്റ്റാൻഡ് പ്രൊസീഡ് ടു വിഡ്രോ കൊടുക്കുകയാണ്. ബ്രിഡ്ജ് നവ് കൊടുക്കുന്നു. നെറ്റ്വർക്ക് ഫീ ആയിട്ട് 0009 വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ടെസ്റ്റ് നെറ്റ് ലെൻസ് സ്കാനിൽ എൻ്റെ ഒരു ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ട്രാൻസാക്ഷൻ സക്സസ് ആയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എത്തീറിയം സക്സസ് ആവുന്നില്ല എന്നാണ് എന്ത് ചെയ്യുക, ഗ്രാസ് ടോക്കൺ ഇതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ കൺഫേം ചെയ്ത് നിങ്ങൾ എന്ത് ബ്രിഡ്ജ് ചെയ്യുക. ഒരു ദിവസം ഒരു 5 അല്ലെങ്കിൽ 10, അത് മാക്സിമം 10 ചെയ്താൽ മതി. 5-10 ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാൻ നോക്കുക. വളരെ ചെറിയ എമൗണ്ട് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് ഗ്യാസ് ഫീസ് ആയിട്ട് തന്നെ ചെറിയൊരു എമൗണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആകെ 0.1 ഗ്രാസ് മാത്രമേ എന്ത് നിങ്ങൾക്ക് ഡെയിലി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും 24 hours ഡെയിലി മറക്കാതെ ഇത് ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു NFT കളക്ഷൻ നിങ്ങൾ ഡിപ്ലോയ് ചെയ്യാനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സൈറ്റിന് ശേഷം കണക്ട് കൊടുക്കുക. നിങ്ങളുടെ കണക്ട് ചെയ്ത വാലറ്റ് കൊടുക്കുക. മെറ്റാമാസ്ക് ചൂസ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഡിപ്ലോയ് ന്യൂ കോൺട്രാക്ട് കൊടുക്കുക. നിങ്ങളുടെ കോൺട്രാക്റ്റിൻ്റെ പേര് കൊടുക്കുക. അതുപോലെ തന്നെ സിമ്പിൾ കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡിപ്ലോയ് കോൺട്രാക്ട് കൊടുക്കുക. അപ്പോൾ ആ കോൺട്രാക്ട് ഡിപ്ലോയ് ആയിട്ടുണ്ട്. വളരെ ചെറിയ എമൗണ്ട് ഗ്യാസ് ഫീസ് മാത്രമാണ് പോയത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ NFTs നിങ്ങൾക്ക് 3-4 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിപ്ലോയ് ചെയ്യാനായിട്ട് ലെൻസ് അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡാഷ്ബോർഡിൽ വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിപ്ലോയ്ഡ് കോൺട്രാക്ട്സിൽ നിങ്ങൾ ഇതുവരെ ഡിപ്ലോയ് ചെയ്ത് നിങ്ങളുടെ NFTs ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എക്സ്പ്ലോറിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് വല്ല NFTs ഒക്കെ മിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലോറിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ NFTs മിൻറ്റ് ചെയ്യാം. പക്ഷേ അവിടുത്തെ വില നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല എമൗണ്ട് ഉണ്ട്, ഹ്യൂജ് എമൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്ര ഗ്രാസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ എമൗണ്ട് പിടിക്കാൻ നോക്കുക. ഇത്രയുമാണ് ഈ പ്രോജക്റ്റിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കൊടുത്തിരുന്ന സോഷ്യൽ ടാസ്കുകളുടെ എല്ലാത്തിൻ്റെ ലിങ്ക് എൻ്റെ പ്രൊഫൈലും കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാൻ, എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഞാൻ തിരിച്ച് ഫോളോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി ഇതുപോലെ ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക. ഒറ്റ ദിവസം മറക്കരുത്. അതുപോലെ തന്നെ ബ്രിഡ്ജിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ദിവസം 5 അല്ലെങ്കിൽ 10 ട്രാൻസാക്ഷൻ ബ്രിഡ്ജിലും ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഡെയിലി ഗ്രാസ് ടോക്കൺ ക്ലെയിം ചെയ്തെടുക്കാനായിട്ടും വളരെ ശ്രദ്ധിക്കുക. ഒരു NFT 1-2 NFT നിങ്ങളുടെ കയ്യിലുള്ള ബാലൻസ് അനുസരിച്ച് 1-2 NFT എന്ത് ചെയ്യുക, മിൻറ്റ് ചെയ്തെടുക്കാനായിട്ടും അല്ലെങ്കിൽ അത് ഡിപ്ലോയ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലുള്ള പ്രൊഫൈലിൽ ഹെയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഓരോ സോഷ്യൽ ഫൈ ആപ്പുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഇൻട്രാക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു ലെജിറ്റിമസി അവിടെ കൂട്ടുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ വന്ന് ലെൻസ് റെപ്യൂട്ടേഷനിൽ വന്ന ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ റീഫ്രഷ് ചെയ്ത് വാലറ്റ് കണ്ടതിന് ശേഷം റീഫ്രഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു റെപ്യൂട്ടേഷൻ സ്കോർ മിൻറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. വളരെ വലിയ പൈസ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എന്തായാലും അത് മിൻറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. എനിക്കറിയില്ല എത്രയാണ് മിൻറ്റ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും സ്കോർ ആയി കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല സ്കോർ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും മിൻറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു ഡിസ്കോഡ് അക്കൗണ്ട് ഉണ്ട്, അതിൽ അത്ര ആക്റ്റീവ് അല്ല. നിങ്ങൾക്ക് താല്പര്യം, ഞാൻ ലിങ്ക് കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിൽ കയറാം. അപ്പോൾ ആരും ഈ പ്രോജക്റ്റ് മിസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അല്ലാതെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ രേഖപ്പെടുത്താം. ഞാൻ പറഞ്ഞതിൽ ഇച്ചിരി സ്പീഡ് ഉണ്ടായിട്ടുണ്ടാവാം. വെളുപ്പിന് ഈ വീഡിയോ എടുക്കുന്നതാണ് ഇച്ചിരി സ്പീഡ്. ഞാൻ പെട്ടെന്ന് തീർക്കാനുള്ള ധൃതിയിലാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ഇട്ടോളൂ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.